അവന്റെ യുഗം അവസാനിച്ചെന്ന് അവർ വിധിയെഴുതി. പ്രായം തളർത്തിയ സിംഹത്തിന് ഇനി വേട്ടയാടാനാകില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു. കരിയറിലെ തന്റെ അവസാന ലോകകപ്പ് പോരാട്ടത്തിനായി അവൻ ബൂട്ട് കിട്ടുമ്പോൾ ലോകം കാത്തിരുന്നത് ആ സാമ്രാജ്യത്തിന്റെ തകർച്ച കാണാനായിരുന്നു. പക്ഷേ ചരിത്രം തിരുത്തിക്കുറിക്കാൻ ജനിച്ചവനെ തളർത്താൻ ആർക്കാണ് സാധിക്കുക? ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വീഴ്ച കാണാൻ കാത്തിരുന്നവർക്ക് മുന്നിലിതാ പറങ്കിപ്പടയുടെ നായകൻ വീണ്ടും തലയുയർത്തി നിൽക്കുന്നു. റൗണ്ട് ഓഫ് 32-വിൽ ക്രൊയേഷ്യൻ വെല്ലുവിളിയെ 2-1 പോർച്ചുഗൽ മറികടന്നപ്പോൾ സൂപ്പർ ഗോളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസം തന്റെ റോൾ ഗംഭീരമാക്കി. ഒരു ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റാൻ സാധിക്കാതെ പോയെങ്കിലും പെനാൽറ്റി വലയിലെത്തിച്ചാണ് റൊണാൾഡോ പോർച്ചുഗലിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ 20 വർഷത്തെ കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായിരുന്നു ആ ഗോൾ. 6 ലോകകപ്പിൽ കളിച്ച റൊണാൾഡോയ്ക്ക് ഇതുവരെ നോക്കൌട്ടിൽ ഗോൾ നേടാൻ സാധിച്ചിരുന്നില്ല. ഈ നാണക്കേട് അദ്ദേഹത്തിനെ കരിയറിലുടനീളം വേട്ടയാടിയിരുന്നു. ഇപ്പോൾ ക്രൊയേഷ്യക്കെതിരായ പെനാൽറ്റി ഗോളിലൂടെ ആ കാത്തിരിപ്പിൻ കൂടി റൊണാൾഡോ വിരാമമിട്ടിരിക്കുകയാണ്. റൊണാൾഡോയുടെ ഈ ലോകകപ്പിലെ 3ാം ഗോൾ കൂടിയാണിത്. സമ്മർദ്ദ സമയത്തും പെനൽറ്റി വലയിലെത്തിച്ച് ടീമിന് രക്ഷകനായി മാറാൻ റൊണാൾഡോക്ക് സാധിച്ചു. 1966 ശേഷം ഇതാദ്യമായാണ് പോർച്ചുഗൽ ലോകകപ്പിലെ ഒരു മത്സരത്തിൽ പിന്നിൽ പോയ ശേഷം വിജയത്തിലേക്ക് എത്തുന്നത്. 41-കാരനായ റൊണാൾഡോ ഇനി നോക്കൌട്ട് ഗോൾ നേട്ടത്തോടെ എലൈറ്റ് ക്ലബിലും ഉണ്ടാവും. ലയണൽ മെസ്സി നേരത്തെ തന്നെ ഈ റെക്കോർഡ് ബുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. 41-ാം വയസ്സിൽ നോക്കൌട്ട് ഗോൾ നേടിയതോടെ ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഗോൾ നേടുന്ന പ്രായം കൂടിയ താരമായി മാറാനും റൊണാൾഡോക്കായി. 39-ാം വയസ്സിൽ ഗോൾ നേടിയ മുൻ പോർച്ചുഗൽ താരമായ പെപ്പയുടെ റെക്കോർഡാണ് റൊണാൾഡോ മറികടന്നത്. ലോകകപ്പ് നോക്കൌട്ടിൽ കളിക്കുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും റൊണാൾഡോയുടെ പേരിലാണ്. എന്തായാലും നിർണായക മത്സരത്തിൽ പോർച്ചുഗലിന്റെ ഹീറോയായി മാറാൻ റൊണാൾഡോക്ക് സാധിക്കുന്നത് ആരാധകരെയും ആവേശത്തിലാക്കുകയാണ്. എന്നാൽ ഇനി പറങ്കിപ്പടക്ക കാര്യങ്ങൾ എളുപ്പമാവില്ല. പ്രീ ക്വാർട്ടറിൽ സ്പാനിഷ് നിരയാണ് പോർച്ചുഗലിന് നേരിടേണ്ടത്. സ്പെയിനെതിരെ ഹാട്രിക് ഗോളുകളെ റൊണാൾഡോ കളന്നിറഞ്ഞത് ഇന്നും ആരാധകരുടെ ഹൃദയങ്ങളിലുണ്ട്. ഇത്തരമൊരു അത്ഭുത പ്രകടനം ആവർത്തിക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റൊണാൾഡോയെ സംബന്ധിച്ച് ഇത്തവണത്തെ ലോകകപ്പ് തൻ്റെ അവസാന ഊഴമാണ്. കരിയറിൽ പല വമ്പൻ നേട്ടങ്ങളും സ്വന്തമാക്കിയപ്പോഴും ലോകകപ്പ് കിരീടം മാത്രം അകന്നു നിന്നു. ഇത്തവണ അവസാന ഊഴത്തിൽ ഈ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കുമോ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പ്രായം വെല്ലുവിളിയാകുമ്പോഴും അതിനെ മറികടക്കുന്ന പ്രകടന മികവ് റൊണാൾഡോയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന്റെ കിരീട നേട്ടം ആരാധകരെ സംബന്ധിച്ച് അതിമോഹമല്ല. ക്രൊയേഷ്യൻ വെല്ലുവിളി അവസാന മിനിറ്റ് വരെ പോർച്ചുഗൽ ആരാധകരുടെ നെഞ്ചടിപ്പേറ്റിയിരുന്നു. ഗോൾ ഒഴിഞ്ഞു നിന്ന ആദ്യ പകുതിക്ക് ശേഷം 53-ാം മിനിറ്റിൽ ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ ആദ്യം മുന്നിലെത്തി. 68-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിൽ പോർച്ചുഗൽ ഒപ്പമെത്തിയപ്പോൾ ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിൽ സൂപ്പർ സബ് ഗോൺസാലോ റാമോസാണ് പറങ്കിപ്പടക്ക് ലീഡ് നേടിക്കൊടുത്തത്. ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ ക്രൊയേഷ്യ നേടിയ ഗോൾ ഓഫ് സൈഡിൽ കെണിയിൽ വീണതാണ് പോർച്ചുഗലിനെ രക്ഷിച്ചത്. എന്തായാലും ഈ ഭാഗ്യം വരുന്ന മത്സരങ്ങളിലും റൊണോയുടെ പറങ്കിപ്പടയെ തുണക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ക്രൊയേഷ്യൻ വെല്ലുവിളി അവസാന മിനിറ്റ് വരെ നെഞ്ചിടിപ്പ് കൂട്ടിയ ഒന്നായിരുന്നതിൽ തർക്കമില്ല. പക്ഷേ ഈ ടീമിൽ ഒരു ഭാഗ്യമുണ്ട്. അതിലുപരി തോൽക്കാൻ മനസ്സിലാത്ത ഒരു നായകനുണ്ട്. വരാനിരിക്കുന്ന കടുത്ത പോരാട്ടങ്ങളിലും ഈ പോർച്ചുഗീസ് പടയെ തുണക്കാൻ ആ ഭാഗ്യവും കളിമികവും ഉണ്ടാവും തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് ഓരോ മത്സരത്തിലും തെളിയിക്കുന്ന CR7 മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഇത്തവണ പറങ്കിപ്പട ലോക കിരീടത്തിൽ മുത്തമിടുമെന്നത് ആരാധകരുടെ വെറുമൊരു അതിമോഹമല്ല, അതൊരു ഉറച്ച പ്രതീക്ഷയാണ്. തൻ്റെ കരിയറിലെ ഈ അവസാന ഊഴത്തിൽ ഫുട്ബോൾ ലോകം കീഴടക്കി ആ സ്വർണ്ണ കപ്പുമേന്തി റൊണാൾഡോ മടങ്ങുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം.